ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ദേശീയ ടീമിന്റെ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഉപകാരമുണ്ടായ വ്യക്തി അത് വിനീഷ്യസ് ജൂനിയർ ആണ്. അതുവരെ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന വിനീഷ്യസ് ജൂനിയർ ആഞ്ചലോട്ടി വന്നതിന് ശേഷം വേറെ ലെവലാണ്. പ്രത്യേകിച്ച് ഈ വേൾഡ് കപ്പിൽ വിനി നിറഞ്ഞാടുകയാണ്. ബ്രസീൽ 3 മത്സരങ്ങൾ കളിച്ചു. 3 മത്സരങ്ങളിലും മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് വിനീഷ്യസ് ജൂനിയർ ആണ്. 4 ഗോളുകൾ അദ്ദേഹം ഈ വേൾഡ് കപ്പിൽ പൂർത്തിയാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. ആദ്യം വിനിയുടെ ഇന്നത്തെ പ്രകടനം നമ്മൾ പരിശോധിക്കുകയാണ്. 55 ടച്ചുകൾ, 2 ഗോളുകൾ, 3.12 ആണ് അദ്ദേഹത്തിന്റെ XG. അത് വലിയ ഒരു കണക്ക് തന്നെയാണ്. 8 ഷോട്ടുകൾ, ടാർഗറ്റിലേക്ക് 5 ഷോട്ടുകൾ, 2 കീ പാസുകൾ, 7 ഡ്രിബിളുകളിൽ 5 സക്സസ്ഫുൾ ആയി പൂർത്തീകരിച്ചു. 13 ഡുവലുകളിൽ 8 വിജയിച്ചു. 23 ബോൾ ക്യാരീസ്, 7 പ്രോഗ്രസീവ് പാസുകൾ, അതുപോലെ തന്നെ 9.3 ആണ് സോഫാ സ്കോറിന്റെ റേറ്റിംഗ്. അങ്ങനെ മികച്ച പ്രകടനമാണ് വിനീഷ്യസ് ജൂനിയർ നടത്തിയത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. വേൾഡ് കപ്പിൽ ആകെ 7 മത്സരങ്ങളാണ് വിനി പൂർത്തിയാക്കിയത്. അതിൽ നിന്ന് 4 ഗോളുകളും 3 അസിസ്റ്റുകളും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ വിനി ഒരു ഹെഡർ ഗോൾ നേടിയിരുന്നു. അതായത് ബ്രൂണോ ഗിമറസിന്റെ കിടിലൻ ക്രോസ് വരുന്നു, അത് കൃത്യമായി കൊണ്ട് ഹെഡിലൂടെ വിനീഷ്യസ് ജൂനിയർ ഗോളാക്കി മാറ്റുകയായിരുന്നു. ഇതേക്കുറിച്ച് രസകരമായ ഒരു കാര്യം വിനി ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് താൻ ഹെഡർ ഗോൾ നേടുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമാണെന്ന് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ഹെഡർ ഗോൾ നേടിക്കഴിഞ്ഞാൽ ഗിഫ്റ്റ് നൽകാമെന്ന് ആഞ്ചലോട്ടി തന്നോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ താൻ അത് ചെയ്തു കാണിച്ചു. ഇനി ആഞ്ചലോട്ടിയുടെ ഗിഫ്റ്റിന് വേണ്ടിയാണ് താൻ കാത്തിരിക്കുന്നത് എന്നൊക്കെയാണ് വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ തലകൊണ്ട് ഗോളടിക്കുമെന്ന് കാർലോ ആഞ്ചലോട്ടിയോട് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അത് ഏറെക്കുറെ അസാധ്യമാണെന്ന്. അങ്ങനെ ഞാൻ ഗോളടിച്ചാൽ എനിക്ക് ഗിഫ്റ്റ് നൽകാമെന്നും ആഞ്ചലോട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഹെഡർ ഗോൾ നേടി, ഇനി ഞാൻ ഗിഫ്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതാണ് മത്സരശേഷം വിനീഷ്യസ് ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ബ്രസീലിനെ വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ മുന്നിൽ നിന്നും നയിക്കുകയാണ്. അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടാൻ ഇപ്പോൾ ബ്രസീലിന് കഴിഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല ഗോൾഡൻ ബൂട്ട് റേസിൽ വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ മുൻനിരയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.